ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. വഴിപാടും പ്രാർത്ഥനയും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളെന്നും ജീവിതയാത്ര പൂർത്തിയായാൽ തിരികെ സൃഷ്ടാവിൽ എത്തണമെന്നും ഓർത്തിരിക്കുന്നത് നന്മയുടെ പാത തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ കൂടുതൽ ഉതകുമെന്ന് ഓർക്കണം. ഇതിനെയാണ് ദൈവഭയം, ദൈവവിചാരം എന്നൊക്കെ പറയുന്നത്. ദൈവവിചാരമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും എപ്പോഴും നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇത് രണ്ടും നമ്മളെ ദുഷ്ടചെയ്തികളിൽ കൊണ്ടെത്തിക്കും. ചിലരുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും മോശമാകുമ്പോൾ അതൊരു കവചമായിട്ട്, പ്രൊട്ടക്ഷനായിട്ട് ദൈവത്തെ കാണുന്നവരുമുണ്ട്. അതിനപ്പുറത്ത് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്നാൽ പലരും അസുഖം, ദുഃഖം, കടം എന്നിങ്ങനെ പരാതി പറയുന്നത് കേൾക്കാം. ഞാൻ ദൈവത്തെ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, ഈശ്വര സന്നിധിയിൽ ഓടിയെത്തുന്നു, എന്തെല്ലാം വഴിപാടുകൾ ചെയ്യുന്നു, എന്നിട്ടും ദുരിതം മാത്രമാണ് ബാക്കി. അങ്ങനെ പരിഭവിച്ച് ഇനി ദൈവത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് അകന്നു പോകുന്നവരും അനവധിയുണ്ട്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ വിഷമിപ്പിക്കാനും പരീക്ഷിക്കാനും മോചനം തരാനുമുള്ള അവകാശവും കഴിവും ഉണ്ടെന്നുകൂടി കരുതണം. ദൈവമറിയാതെ ഒന്നും എന്നിൽ സംഭവിക്കുന്നില്ല എന്നും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നും ദൈവം തന്നെ കൈവിടില്ല എന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഉള്ള തിരിച്ചറിവിലും ജീവിക്കുക എന്നതാണ് ഏറെ പ്രധാനം. അങ്ങനെയെങ്കിൽ വീണാൽ താങ്ങാൻ ഒരു കരം എപ്പോഴും ഓടിയെത്തുക തന്നെ ചെയ്യും. അല്ലാതെ സൗഭാഗ്യവും സന്തോഷവും മാത്രം തരുന്നതല്ല, സമ്മിശ്രമാണ് ഏത് ദൈവീക ഫലവും. അത് വളരെ ഭംഗിയായി ഏറ്റെടുക്കുക തന്നെ വേണം. അല്ലാതെ നമ്മുടെ പ്രാർത്ഥനയിലോ വഴിപാടിലോ വലിയ നേർച്ചകളിലോ തീർത്ഥാടനത്തിലോ മാത്രം പ്രസാദിക്കുന്നതല്ല ദൈവം. ഒരു പിഞ്ചു കുഞ്ഞിന് ഓരോ സമയത്തും എന്താണ് വേണ്ടതെന്ന് മാതാവ് തിരിച്ചറിയുന്നത് പോലെ ദൈവം സമയമാകുമ്പോൾ നമുക്ക് തരേണ്ടുന്ന ഫലം തരിക തന്നെ ചെയ്യും എന്ന ചിന്തയിൽ ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ഏറെ നല്ലത്. ഈ പറയുന്ന പ്രാർത്ഥനയും വഴിപാടും തീർത്ഥാടനവും ദൈവത്തിലേക്ക് കണക്റ്റഡ് ആയിരിക്കാനുള്ള ഒരു ഉപാധിയാണ്. അല്ലാതെ ഇത് ചെയ്താൽ ദൈവം എല്ലാ സന്തോഷവും താനെ തന്നുകൊള്ളും എന്നല്ല. പഠിച്ച കുട്ടി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്നത് പോലെയാണ്. അനുഷ്ഠാനങ്ങൾ ഉറവിടങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ഒപ്പം സത്യസന്ധതയിലൂടെ, ആത്മാർത്ഥതയിലൂടെ, കഠിന പ്രയത്നത്തിലൂടെയാകണം ഓരോ വിഷമഘട്ടവും വിജയത്തിലെത്താൻ. അവിടെ താങ്ങായി, പ്രതീക്ഷയായി ഈശ്വരൻ ഉണ്ടാകും. അതിനാണ് നാം ശ്രമിക്കേണ്ടതും നേടേണ്ടതും. നന്ദി, നമസ്തേ.